നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തമിഴ്നാട് മുൻമന്ത്രിയുടെ കാർ കൊപ്പത്ത് അപകടത്തിൽപ്പെട്ടു. ആർക്കും പരിക്കില്ല. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. തമിഴ്നാട് മുൻമന്ത്രിയും ഈറോഡ് ചെട്ടിപ്പാളയം MLA-യുമായ കെ സെങ്കോട്ടയ്യൻ സഞ്ചരിച്ചിരുന്ന കാറ് കൊപ്പത്ത് അപകടത്തിൽപ്പെട്ടു. ആർക്കും കാര്യമായ പരുക്ക് പറ്റിയില്ല. കഴിഞ്ഞ ദിവസമായിരുന്നു അപകടം. വളാഞ്ചേരി ഭാഗത്തുനിന്നും വരികയായിരുന്ന മുൻമന്ത്രിയുടെ കാറും പെരുന്തണ്ണ ഭാഗത്തുനിന്നും വരികയായിരുന്ന മറ്റൊരു കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഇരു കാറുകളുടെയും മുൻവശം തകർന്നു. ഇരു കാറുകളിലും യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും കാര്യമായ പരുക്ക് സംഭവിച്ചിട്ടില്ല. കൊപ്പം പോലീസും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കവി രാജേഷ് നന്ദ്യങ്കോട് നടത്തുന്ന വിത്തുയാത്ര 10ാം വർഷത്തിലെത്തി. ഇക്കുറി ഇളം തലമുറയ്ക്ക് കൂടി പങ്കാളിത്തം നൽകി നടത്താനാണ് ലക്ഷ്യമിടുന്നതെന്ന് കവി രാജേഷ് കൂറ്റനാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലെ സ്കൂൾ, കോളേജ് അങ്കണത്തിൽ ഒരു കരിമ്പനെയെങ്കിലും നട്ടുവളർത്തുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാലയമുറ്റത്തൊരു കരിമ്പന എന്ന പദ്ധതിയാണ് ഇത്തവണ നടപ്പാക്കുന്നത്. പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് രാവിലെ 10 മണിക്ക് പടിഞ്ഞാറങ്ങാടി ഗവൺമെന്റ് ഗോഖലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കും. ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് തുടങ്ങി മഴക്കാലം മുഴുവൻ നീണ്ടുനിൽക്കുന്നതാണ് വിത്തുയാത്ര. സുഹൃത്തുക്കൾ, ക്ലബ്ബുകൾ, സാംസ്കാരിക സംഘടനകൾ, സ്കൂൾ, കോളേജ്, പരിസ്ഥിതി പ്രവർത്തകർ, എഴുത്തുകാർ, സിനിമ, നാടക പ്രവർത്തകർ, അധ്യാപകർ, മാധ്യമപ്രവർത്തകർ, പൊതുപ്രവർത്തകർ, തൊഴിലാളികൾ എന്നിങ്ങനെ സമൂഹത്തിലെ വിവിധ തുറയിലുള്ളവർ 10 വർഷമായി വിത്തുയാത്രയ്ക്കൊപ്പം നിന്നു എന്നത് വലിയ കാര്യം തന്നെയാണെന്ന് രാജേഷ് പറഞ്ഞു. വിത്തുയാത്രയുടെ തുടക്കകാലത്ത് എല്ലാവിധ വൃക്ഷങ്ങളുടെയും വിത്തുകൾ ചാക്കിലാക്കി പൊതുവിടത്തും വഴിവക്കിലും മണ്ണിളക്കി പാകിയിരുന്നുവെങ്കിലും പിന്നെ അത് പാലക്കാടിന്റെ അടയാളമായ വംശമറ്റുപോകുന്ന കരിമ്പനകളെ തിരിച്ചുപിടിക്കാനുള്ള ഒരു വലിയ യജ്ഞമായി മാറുകയായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വിവിധ ജില്ലകളിലായി 10,000-കണക്കിന് കരിമ്പന വിത്തുകൾ തോട്ടുവരമ്പത്തും പാടവരമ്പത്തും പുഴയോരത്തും സ്കൂൾ, കോളേജ് മുറ്റങ്ങളിലും പാകാൻ കഴിഞ്ഞു. ഇന്നു പാകുന്ന വിത്തുകൾ മുളച്ചാൽ അത് 4 തലമുറയ്ക്ക് കൂടിയുള്ളതാണെന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകണമെന്നും രാജേഷ് പറഞ്ഞു. ഇതിന്റെ വിത്തുകളൊക്കെ വേനൽക്കാലത്ത് ശേഖരിച്ചിട്ട് ചാക്കിലാക്കി വെക്കുക, വിത്തുകൾ ഉണക്കി വെക്കുക, എന്നിട്ട് അത് ആ വിത്തുകളായിട്ടാണ് നമ്മൾ വിത്തുയാത്ര എൻ്റെ ബൈക്കിൽ ഓരോ ദിവസങ്ങളിലും ആരാണ് നമ്മുടെ കൂടെ ഉള്ള സുഹൃത്തുക്കൾ വെച്ചെങ്കിൽ അവരെ കൂട്ടിയിട്ട് ഈ പൊതു ഇടങ്ങളിലും അതുപോലെ വഴിയരികിലൊക്കെ വിത്ത് പാകുക. ഒപ്പം എൻ്റെ പരിസ്ഥിതി കവിതകൾ അതും നമ്മൾ കോപ്പി എടുത്തിട്ട് അവിടെ കൂടുന്ന ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടാണ്. അങ്ങനെ ഒരു പ്രവർത്തനമാണ് വിത്തുയാത്രയുടെ തുടക്കകാലത്തുണ്ടായിരുന്നത്. പിന്നീട് അത് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ യാത്രയ്ക്കിടയിൽ നമുക്ക് മനസ്സിലാവുന്നു. അത് വാർത്താ സമ്മേളനത്തിൽ AK ഷാനിബ്, രവി കുന്നത്ത്, ഷാജി ഷാ എന്നിവരും പങ്കെടുത്തു. ഇന്ന് കരിമ്പനകൾ നമ്മൾ വീടുകളൊക്കെ വെക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് അതൊക്കെ വെട്ടിമാറ്റി. അപ്പോൾ ഒരു കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഈ തൊഴുത്തിലൊക്കെ നിറയെ കരിമ്പനകളുടെ പാത്തികൾ, വലിയ നാൽക്കാലികളൊക്കെ ഉള്ള തൊഴുത്തുകളിൽ കരിമ്പനകൾ പാത്തി. എൻ്റെ വീട് ഓടിട്ട വീടാണ്. ഇപ്പോഴും അതിൻ്റെ മീതെ കരിമ്പനയുടെ വലിയ കഴുക്കോലൊക്കെ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കേടും കൂടാതെ ഈ പറഞ്ഞതുപോലെ 100-300 വർഷത്തെ പഴക്കമുള്ള ഒരു മരമാണ് കരിമ്പന. അപ്പോൾ അതിന് ചെതൽ പിടിക്കാണ്ട് അത് ആ വീടിനെ സംരക്ഷിക്കുന്നത് ഈ കരിമ്പനയുടെ മരം തന്നെ ആയിരിക്കും. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ കൊപ്പത്ത് റോഡിന്റെ വശമിടിഞ്ഞത് പുനർനിർമ്മിക്കുന്ന പ്രവൃത്തികൾ തുടങ്ങി. ഇതിനായി ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. റോഡിന്റെ സുരക്ഷ ഉറപ്പാക്കിയതിനു ശേഷമാവും വാഹന ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കുക. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ കൊപ്പം കല്ലേപ്പള്ളി പാലത്തിന് സമീപം റോഡിന്റെ വശമിടിഞ്ഞത് പുനർനിർമ്മിക്കുന്ന പ്രവൃത്തികളാണ് ആരംഭിച്ചിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് ഇവിടെ പ്രവർത്തികൾ നടക്കുന്നത്. കരിങ്കൽ ഉപയോഗിച്ചുള്ള സംരക്ഷണ ഭിത്തിയാണ് റോഡരികിൽ ഒരുക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മഴയിൽ കല്ലേപ്പള്ളി പാലത്തിന് സമീപം റോഡിന്റെ വശം താഴ്ചയിലേക്ക് ഇടിഞ്ഞു വീണത്. സ്വകാര്യ മൊബൈൽ കമ്പനിയുടെ കേബിൾ ഇടുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ നിർമ്മാണ പ്രവൃത്തികളാണ് വശമിടിയാൻ കാരണമായതായാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ ചൂണ്ടിക്കാണിച്ചത്. വശമിടിഞ്ഞതോടെ ഭാരവാഹനങ്ങൾക്ക് പാതയിൽ നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. എങ്കിലും വലിയ തോതിലുള്ള ഗതാഗതക്കുരുക്കാണ് ഇവിടെ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. വിദ്യാലയങ്ങൾ തുറന്നതോടെ ഗതാഗതക്കുരുക്ക് ഇരട്ടിയാകുന്ന കാഴ്ചയാണ് പല സമയങ്ങളിലും ഇവിടെ കാണാനാകുന്നത്. ഇപ്പോൾ പുനർനിർമ്മാണ പ്രവൃത്തികൾ മൊബൈൽ കമ്പനിയുടെ ഉത്തരവാദിത്തത്തിൽ കൂടിയാണ് നടപ്പാക്കുന്നത്. 3.5 മീറ്റർ ഉയരത്തിലും 17 മീറ്ററോളം നീളത്തിലുമാണ് കരിങ്കൽ ഭിത്തി നിർമ്മിക്കുന്നത്. ഭിത്തിക്ക് ഉറപ്പിനാവശ്യമായ കോൺക്രീറ്റ് പ്രവൃത്തികളും നടപ്പാക്കുന്നുണ്ട്. പ്രവൃത്തികൾ പൂർത്തിയാക്കുവാൻ സമയമെടുക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. എങ്കിലും വേഗത്തിൽ താൽക്കാലിക സംരക്ഷണ ഭിത്തി ഒരുക്കി റോഡിന്റെ സുരക്ഷ ഉറപ്പാക്കുകയാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. ചില നേരങ്ങളിൽ മണിക്കൂറോളം ഗതാഗതക്കുരുക്കും ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. യാത്രക്കാരെ ഇത് വലിയ തോതിലാണ് ബാധിക്കുന്നത്. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് പട്ടാമ്പിയിൽ VK ശ്രീകണ്ഠൻ MPയുടെ എക്സലൻസ് അവാർഡ് സമ്മാനിച്ചു.
സിനിമാ താരം അനുമോൾ മുഖ്യാതിഥിയായി. ഓരോ നാടിന്റെയും മികവ് വിദ്യാഭ്യാസത്തിലൂടെയാണ് വ്യക്തമാകേണ്ടതെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു. വി കെ ശ്രീകണ്ഠൻ എം പിയുടെ നേതൃത്വത്തിലാണ് MP എക്സലൻസ് അവാർഡ് SLC +2 ഉന്നത വിജയികൾക്ക് സമ്മാനിച്ചത്. പട്ടാമ്പി, ഓങ്ങല്ലൂർ, വെല്ലപ്പുഴ, ഷൊർണൂർ, മുതുതല, കൊപ്പം, വിളിയൂർ, തിരുവികപ്പുറ, കുലുക്കല്ലൂർ പ്രദേശങ്ങളിലെ വിദ്യാലയങ്ങളിൽ നിന്നും SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് അനുമോദനം ഒരുക്കിയത്. പട്ടാമ്പി രാജപ്രസം ഓട്ടോത്തിൽ വെച്ചായിരുന്നു അനുമോദന സദസ്സ്. വി കെ ശ്രീകണ്ഠൻ MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പൊതുവിജ്ഞാനം വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ആർജിച്ചെടുക്കുവാൻ കഴിയണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ വി കെ ശ്രീകണ്ഠൻ MP സൂചിപ്പിച്ചു. സമൂഹത്തിന്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും വിദ്യാർത്ഥികൾ നേടുന്ന അംഗീകാരങ്ങൾ മഹത്തരമാണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. നല്ല വിവേകത്തോടുകൂടി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. അതാണ് വിദ്യാഭ്യാസത്തിന്റെ ഒരു മഹത്വം. വിവേകം എന്ന് പറയുന്നത് എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് അറിയുന്നതാണ് വിവേകം. നന്മ എന്താണ്, തിന്മ എന്താണ് എന്നറിയുന്നതാണ് വിവേകം. സാമൂഹ്യ തിന്മകൾ എന്താണ്, സാമൂഹ്യമായിട്ടുള്ള പുരോഗതിക്ക് ഗുണകരമായ കാര്യങ്ങൾ എന്താണ്, ഇത് രണ്ടും തുലനം ചെയ്യാൻ, അതിനെക്കുറിച്ച് ആലോചിക്കാൻ, ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുള്ളൂ. നിങ്ങൾ വിദ്യാഭ്യാസം പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങുക, പഠിക്കുന്ന വിഷയങ്ങളിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് പൊതുവിജ്ഞാനമാണ്. പല കുട്ടികൾക്കും ഞാൻ നോക്കിയത് കുറവായിട്ട് പറയാൻ കഴിയില്ല, സാഹചര്യം കൊണ്ടാണ്. പഠിക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കും, മറ്റൊന്നും ഇടം വല തിരിയില്ല, ആകാശം പൊട്ടി വീണ അറിയില്ല. എന്താണ് പാഠപുസ്തകം, നമ്മുടെ സബ്ജക്റ്റ്, അതിൽ മാക്സിമം മാർക്ക് നേടുക, അതിനുവേണ്ടി ഉറക്കമൊഴിച്ചിരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കുക, അല്ലേ? അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിന്റെ ഒരു ഘട്ടം കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? പൊതുവിജ്ഞാനമാണ്. പൊതുവിജ്ഞാനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട എന്തായിരിക്കും? നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമുക്ക് വേണ്ടത് മനുഷ്യത്വമാണ്. എത്ര പഠിച്ച് ഉന്നതരായാലും മനുഷ്യത്വമില്ലാത്ത ഒരാളെ കൊണ്ട് ഒരു പ്രയോജനം ഈ സമൂഹത്തിൽ ഉണ്ടാവില്ല, ആ വ്യക്തിക്കും ഉണ്ടാവില്ല. പ്രശസ്ത സിനിമാ താരം അനുമോൾ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു. എനിക്കറിയാം നമുക്ക് കിട്ടുന്ന ഓരോ അപ്രീസിയേഷനും എന്തൊരു വാല്യൂ ഉണ്ടെന്നുള്ളത്. എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഭഗവാനെ, ഞാൻ എന്റെയൊക്കെ വീട്ടിൽ തിരിച്ചായിരുന്നു കേട്ടോ. ഞാൻ ആ കാലഘട്ടത്തിന്റെ ഒരു അവസ്ഥയാണ്. എന്റെ വീട്ടിലെങ്ങനെയാണെന്നറിയാം, ഞാൻ 100 മാർക്ക് 100-ൽ 99 മാർക്ക് മേടിച്ചാൽ ബാക്കി ഒരു മാർക്കിന് അടി വാങ്ങിച്ചിട്ടുള്ള കുട്ടിയാണ് ഞാൻ. അപ്പം എനിക്കറിയാം നമുക്ക് കിട്ടുന്ന അപ്രീസിയേഷൻ എന്തൊരു വാല്യൂ ഉണ്ടെന്നുള്ളത്. ആൻഡ് ഇതിന്റെ കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടാവും 10ാം ക്ലാസ്സും +2 ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷ, ഇതങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ സുഖമായിരുന്നു. അല്ല, ഇതുവരെ നിങ്ങളെ പ്രിപ്പയർ ചെയ്യായിരുന്നു ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഇനി നിങ്ങളുടെ ജീവിതം തുടങ്ങുന്നതല്ലേ. ഇതൊരു വലിയ സ്റ്റെപ്പാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇവിടെ നിങ്ങളൊരു വലിയ ലോകത്തേക്ക് പോവാണ്. നിങ്ങൾ M അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വിവേക്, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, വൈസ് പ്രസിഡന്റ് KA റഷീദ്, മറ്റു നേതാക്കളായ KR നാരായണസ്വാമി, ET ഉമ്മർ, കമ്മുക്കുട്ടി എടത്തോൾ, KP വാപ്പുട്ടി, E മുസ്തഫ, C സംഗീത, PK ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് രാമദാസ്, PT മുഹമ്മദ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പരുതൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 തൊഴിൽ ദിനം പൂർത്തീകരിച്ച തൊഴിലാളികളെ ആദരിക്കലും തൊഴിലാളി സംഗമവും നടത്തി. കരുവാൻപടിയിൽ നടന്ന ചടങ്ങ് MP അബ്ദുസമദ് സമദാനി MP ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സക്കറിയ അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിത ദാസ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ഹസൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വഹീദ ജലീൽ, വാർഡ് മെമ്പർമാരായ AKM അലി, അനിത രാമചന്ദ്രൻ, സൗമ്യ സുഭാഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നവമാധ്യമ കാഴ്ച. റീലുകളാണ് ഇപ്പോൾ ഹൈലൈറ്റ്. സ്കൂളിലെത്തുന്ന നവാഗതരെ സ്വീകരിച്ച് വെറൈറ്റി റീലാക്കാനുള്ള ഒരുക്കത്തിലാണ് അധ്യാപിക. ഇതിനായി എടുക്കുന്ന റിസ്ക്കും കൊള്ളാം. കിഴൂരിൽ നിന്ന് ഗഫൂർ നൽകിയ ദൃശ്യം. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.